നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളും അണിയറ നീക്കങ്ങളും മുറുകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ ശക്തനായ നേതാവായി വളരുകയാണ് തിരുവനന്തപുരം എം പി ശശി തരൂർ. ഒരു കാലത്ത് പാർട്ടി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു തരൂർ. ഇന്ന് പക്ഷേ ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായും പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ മുൻനിര പോരാളിയായും തരൂർ മാറിയത് ദേശീയ മാധ്യമങ്ങളിലും വലിയ ചർച്ചയാണ്. കുറച്ചു കാലം മുൻപ് വരെ തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും ചില വിഷയങ്ങളിൽ പുകഴ്ത്തിയത് പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നതും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നതും തരൂർ കോൺഗ്രസ് വിടുകയാണോ എന്ന സംശയത്തിന് വരെ ഇടയാക്കി. 2022 അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കെതിരെ മത്സരിച്ചതോടെ ഈ അകൽച്ച വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തരൂർ പാർലമെന്റിൽ നടത്തുന്ന ഇടപെടലുകൾ അദ്ദേഹത്തെ പാർട്ടിയുടെ മുൻനിര പോരാളിയാക്കി മാറ്റി. പാർലമെന്റ് സമ്മേളനത്തിൽ വനിതാ സംവരണ ബില്ലിന്മേൽ അദ്ദേഹം നടത്തിയ 14 മിനിറ്റ് നീണ്ട പ്രസംഗം ദേശീയ ശ്രദ്ധ നേടി. മണ്ഡല പുനർനിർണയത്തെ വനിതാ സംഭരണവുമായി ബന്ധിപ്പിക്കുന്നത് രാഷ്ട്രീയമായ നോട്ട് നിരോധനം പോലെയാകുമെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. ഫെഡറലിസത്തെ തകർക്കുന്ന നീക്കമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനുവരി അവസാന വാരത്തിൽ ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി തരൂർ നടത്തിയ കൂടിക്കാഴ്ചയാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. പാർട്ടിക്കുള്ളിൽ താൻ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന തരൂരിന്റെ പരാതി ഈ കൂടിക്കാഴ്ചയിൽ പരിഹരിക്കപ്പെട്ടു. ഇതിനുശേഷം കേന്ദ്ര ബജറ്റിനെ തലക്കെട്ട് മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിച്ച തരൂർ തൊഴിലില്ലായ്മയും കാർഷിക പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു. ഏപ്രിൽ 9 നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ തരൂർ ആയിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങളും പറയുന്നു. 12 ജില്ലകളിലായി 59 മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രചാരണം നടത്തി. ചില ദിവസങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ വരെ അദ്ദേഹം ഓടിയെത്തി. പ്രാദേശിക നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും ഇടയിൽ തരൂരിന് ലഭിച്ച സ്വീകാര്യത ഹൈക്കമാൻഡിനെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. സംസ്ഥാന കോൺഗ്രസിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെക്കുമ്പോൾ തരൂർ തന്റെ വിജ്ഞാനവും വൈദഗ്ധ്യവും പാർട്ടിയുടെ പൊതുനന്മയ്ക്കായി വിനിയോഗിക്കാനാണ് താല്പര്യപ്പെടുന്നത്. തരൂർ തന്റെ പൂർണ്ണ ഊർജ്ജവും പാർട്ടിക്കായി മാറ്റിവെച്ചു. 1978 മുതൽ 2007 വരെ ഐക്യരാഷ്ട്രസഭയിൽ ഉന്നത പദവികൾ അലങ്കരിച്ച തരൂർ 2009 കോൺഗ്രസിൽ ചേരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തുടർച്ചയായി 4 തവണ ലോക്സഭയിലെത്തി. മുൻപ് കേന്ദ്രമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2024 രാജീവ് ചന്ദ്രശേഖറിന്റെ വെല്ലുവിളി അതിജീവിച്ച് വിജയിച്ചതോടെ അദ്ദേഹത്തിന്റെ ജനപ്രീതി ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. പാർട്ടിക്കുള്ളിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് കത്തെഴുതിയ 23 നേതാക്കളിൽ ഒരാളായിരുന്നു തരൂർ. പാർട്ടിയിൽ പൂർണ്ണസമയ നേതൃത്വം വേണമെന്ന അദ്ദേഹത്തിന്റെ നിലപാട് അന്ന് വിവാദമായെങ്കിലും ഇന്ന് പാർട്ടി കൈവരിച്ച ഉന്മേഷത്തിൽ തരൂരിന്റെ ആ നിർദ്ദേശങ്ങൾക്ക് പങ്കുണ്ടെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. BJP സർക്കാരിനെ പുകഴ്ത്തുന്നു എന്ന പരാതി ഇപ്പോൾ തരൂരിനെതിരെയില്ല. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ പാർട്ടിക്ക് കരുത്തായി. BJPയിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹങ്ങളെ അദ്ദേഹം പ്രവർത്തനത്തിലൂടെ തന്നെ തിരുത്തി. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായി തരൂരിനെ കോൺഗ്രസ് ഇപ്പോൾ കാണുകയാണ്. മുൻപ് LDF സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് നയങ്ങളെ പുകഴ്ത്തി ലേഖനം എഴുതിയ തരൂർ പിന്നീട് കോൺഗ്രസിന്റെ വാദങ്ങൾ അംഗീകരിച്ച് അത് പിൻവലിച്ചു. സർക്കാർ നൽകിയ കണക്കുകൾ അതിശയോക്തിപരമാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടുവെന്നും ജനനന്മയ്ക്ക് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് താൻ ഒരിക്കലും വിട്ടുനിന്നിട്ടില്ലെന്നും പലപ്പോഴും വിളിക്കാത്തതിനാലാണ് പങ്കെടുക്കാത്തതെന്നും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ വയനാട് ക്യാമ്പ് മുതൽ തരൂർ സജീവമായിരുന്നു. KC വേണുഗോപാലുമായും സതീശനുമായിട്ടുള്ള പിണക്കങ്ങളും അദ്ദേഹം മറന്നു. ദേശീയ പത്രങ്ങൾ തരൂരിനെ പാർലമെന്റിലെ നായകനെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് കോൺഗ്രസിന് നൽകുന്ന മൈലേജും ചെറുതല്ല. മോദി സർക്കാരിനെ ഡാറ്റകൾ നേരത്തെ നേരിടാൻ തരൂരിനുള്ള ശേഷി ഇന്ത്യയിലെ മറ്റൊരു നേതാവിനും ഇല്ലെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃപാഠവും രാഹുൽ ഗാന്ധിയുടെ ജനകീയതയും ശശി തരൂരിന്റെ വൈജ്ഞാനിക മികവും ചേരുന്ന ഒരു പുതിയ കോൺഗ്രസിനെയാണ് രാജ്യം ഇപ്പോൾ കാണുന്നത്. ഇത് വരാനിരിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ദേശീയ രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപനം നേരത്തെയാക്കി ആവശ്യത്തിന് സമയം നൽകിയില്ലെങ്കിലും 59 മണ്ഡലങ്ങളിൽ തനിക്കെത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമായി തരൂർ കാണുന്നു. കേരളത്തിലെ ജനങ്ങൾ UDFനൊപ്പമാണെന്നും മെയ് 4 UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നുമാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. UDFനുള്ളിലെ ഐക്യം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും തരൂർ പറയുന്നു. സീറ്റ് കിട്ടാത്തവർ പോലും സ്ഥാനാർത്ഥികൾക്കായി ആത്മാർത്ഥമായി പ്രചാരണത്തിനിറങ്ങി. ഈ ഐക്യമാണ് കോൺഗ്രസിന്റെ കരുത്തെന്നും അദ്ദേഹം പറയുന്നു. തിരുവനന്തപുരത്തെ ലോക്കൽ MP എന്ന പരിഹാസത്തിൽ നിന്ന് മാറി കോൺഗ്രസിന്റെ ദേശീയ മുഖമായി മാറിയ തരൂർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിലെ ഗ്രൂപ്പ് പോരുകളിൽ തളച്ചിടാനാകാത്ത വിധം തരൂർ ഇന്ന് ഉയരങ്ങളിലും എത്തിയിരിക്കുകയാണ്.